RSS ഒരു ഭീകര പ്രസ്ഥാനമാണോ? എന്താണ് കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ സാധ്യതകൾ? BJPയെക്കുറിച്ചും RSS എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും മുൻ BJP RSS പ്രവർത്തകനായിരുന്ന BJPയുടെ അങ്കമാലി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ശ്രീ CP ശ്രീകുമാർ പ്രതികരിക്കുന്നു. RSS എന്നൊരു പ്രസ്ഥാനം ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ അതൊരു ഭീകര പ്രസ്ഥാനമാണ്, ICS പോലെ ഒരു തീവ്രവാദ സംഘടനയാണ്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് എന്നുള്ളൊരു ആരോപണത്തിന് എങ്ങനെയാണ് കാണുന്നത്? അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? അത്തരം ISIS പോലെ അല്ലെങ്കിൽ താലിബാൻ പോലെയോ ലഷ്കർ ഇ തയ്യിബ പോലെയൊക്കെ ഉള്ളൊരു സംഘടനയാണ് RSS എന്നുള്ളതിനെ തെളിയിക്കാൻ പറ്റുന്ന യാതൊന്നും നാളെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ആരോപണങ്ങളുണ്ട്, അത് അവർക്ക് അവരവരുടേതായിട്ടുള്ള അവരുടെ സംഘടനയെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ താത്വികമായിട്ട് അതിനെ വിശകലനം ചെയ്ത് തീർക്കുന്നൊരു സംഘടനയായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വയ്യാതെ അവർ ഉന്നയിക്കുന്ന ആരോപണം മാത്രം. ഒരു പക്ഷേ ഗാന്ധിജിയുടെ ഘാതകർ എന്ന നിലയിൽ ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെ ഒരു RSS പ്രവർത്തകനാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും രാജ്യത്തെ ജനങ്ങൾ RSSനെ ഒരു ഭീകര പ്രസ്ഥാനമായി വിലയിരുത്തുന്നത്. ഗോഡ്സെ ഒരിക്കലും RSS പ്രവർത്തകനായിരുന്നില്ല. ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്ന സമയത്താണ് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗാന്ധിജിയെ വധിക്കുന്നതിന് മുൻപ് 3 അറ്റംപ്റ്റ് നടത്തിയിട്ടും അന്ന് സർക്കാർ അവരെ തടയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതിന് ശേഷം നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. പക്ഷേ കോടതി RSSനെ, ഇവിടെ രാഷ്ട്രം RSSനെ അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടം RSSനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ കോടതി കണ്ടെത്തി RSSന് അതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞ് RSSനെ നിരോധനത നീക്കിയത് കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കോടതികളുടെ വിധികൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് മാറും. കഴിഞ്ഞ തവണ നമ്മുടെ രാഹുൽ ഗാന്ധി, അദ്ദേഹം പ്രധാന പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ഇതുപോലെ ആരോപണം ഉന്നയിക്കുക, അദ്ദേഹത്തിന് മാപ്പുറയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് RSS? ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? RSS എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ, ഭാരതത്തിൻ്റെ പരമവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകരുടെ സംഘടനയാണ്. അതിന് അവർ അറിയപ്പെടുന്നത്, അതുകൊണ്ട് അവരറിയപ്പെടുന്നത് സ്വയം സേവകർ എന്നുള്ള പേരിലാണ്. അവരുടെ മന്ത്രം എന്ന് പറയുന്നത് ഭാരത് മാതാ കി ജയ് എന്നാണ്. അവരുടെ തത്വം അല്ലെങ്കിൽ അവരുടെ ദർശന കരുത്ത് എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ഉപ്പായിട്ടുള്ള ഹിന്ദുത്വമാണ്. ഒരു ഹൈന്ദവ രാജ്യം അതാണോ ലക്ഷ്യം? അല്ല, ഹൈന്ദവ രാജ്യമാക്കേണ്ട കാര്യമില്ലത്. ഇത് ഹൈന്ദവ രാജ്യം തന്നെയാണ്. കാരണം ഇവിടെ മറ്റു മതങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ജനതയെ അവർ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദുക്കളെന്ന്. ഈ രാഷ്ട്രത്തിലെ ജനതയെയാണ്, ആ രാഷ്ട്രത്തിലെ ജനതയെ മറ്റുള്ളവർ സൈന്ധവ നദീതീരത്ത് വസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ അവർ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദുക്കൾ എന്ന്. പിന്നെ നമ്മുടെ പുരാണങ്ങളിലും ഋഗ്വേദങ്ങളിലും ഒക്കെ അത്തരം കാര്യം, ഇതൊരു മതസങ്കല്പമല്ല ഹിന്ദു സങ്കല്പം എന്ന് പറയുന്നത്. ഹിന്ദുക്കളെ ഒരു സാംസ്കാരികമായിട്ടുള്ള ജനതയായിട്ടാണ് പറയുക. എല്ലാവരും സാംസ്കാരികമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്, ഒരു മതമല്ല. മതം എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക ചട്ടക്കൂടുണ്ട്. അതിനൊരു സ്ഥാപകനുണ്ടായിരിക്കും, ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടായിരിക്കും, അതിന് പ്രത്യേക ആരാധനാ സംവിധാനങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ സാധ്യമല്ല. അതിനൊരു സ്ഥാപകനെ കുറിച്ച് പറയാൻ സാധ്യമല്ല. അതിനൊരു പ്രത്യേക ആരാധന അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചിട്ട് പറയാൻ പറ്റില്ല. ബൈബിൾ പോലെയോ ഖുറാൻ പോലെയോ ഒന്നും പറയാൻ പറ്റില്ല. മതങ്ങൾക്ക് പിന്നെ ശാഠ്യമുണ്ട്. ഞങ്ങളുടെ മതത്തിൽ നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല എന്നുള്ള സങ്കല്പം അവർക്ക് സെമറ്റിക് മതങ്ങൾക്കുണ്ട്. പക്ഷേ ഹിന്ദുക്കൾക്ക് അത്തരത്തിലുള്ള സങ്കല്പം ഇല്ല. ദൈവത്തിൽ എത്തിച്ചേരാനായിട്ട് അവർക്ക് മതം വേണം എന്നില്ല. ജീവിത മാതൃകയാണത്. ഈശ്വരിലേക്ക് സ്വാഭാവികമായിട്ട് ഒരു നദി ഒഴുകി കടലിൽ ചെന്നു ചേരുന്നത് പോലെ നമ്മുടെ ജീവിതം സ്വാഭാവികമായിട്ടും ഈശ്വരിലേക്ക് എത്തിച്ചേരുന്നു. ചില പ്രത്യേക അനുഷ്ഠാനങ്ങളിലൂടെ ഭൗതികതയിൽ നിന്ന് അല്പം ആത്മീയമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളവിടെ എത്തിച്ചേരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഭാരതത്തിന് ലോകത്തിൻ്റെ മുൻപിൽ
അമര രാഷ്ട്രം എന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന സനാതന രാഷ്ട്രം എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്.